ഹലോ. ഹലോ. കുറേ നാളായി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു, ഒന്നും പറ്റാറില്ല. എപ്പോഴും ഡ്യൂട്ടിയുടെ തിരക്കൊക്കെ. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീടൊക്കെ അങ്ങ് പൂട്ടി അങ്ങ് പോകുന്ന തൊട്ടങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ അങ്ങ് പൂട്ടി ഞങ്ങൾ വേഗം കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് എല്ലാം തീർന്നിരിക്കുക. സ്കൂളിലേക്കാണെങ്കിലും കൊടുത്തു വിടാനും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് അങ്ങ് പോകുന്ന തൊട്ട് എന്തായി വരുന്ന വരെയുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ കടയിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ വെതർ വളരെ മോശമാണ്. അപ്പോൾ റെയിൻ കോട്ടൊക്കെ മസ്റ്റാണ്. ഇന്ന് എവിടേക്കാണ് യാത്ര? സെയിൽസ്ബറി, അസ്ത, ടെസ്കോ, ലിഡിൽ, സെയിൽസ്ബറിച്ച് പോയാലോ? അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെയിൽസ്ബറിസിലേക്കാണ് പോകുന്നത്. ഒന്നുമില്ല, നോമ്പാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം, പിന്നെ കുറച്ച് യോഗോട്ടും, പിന്നെ ഇതുകൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സ്നാക്സൊക്കെ. അത്രേ ഉള്ളൂ. വലിയൊരു ഷോപ്പിംഗ് ഒന്നുമല്ല. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. സത്യം പറഞ്ഞാൽ പുറത്ത് മഴയാണെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു വെച്ചു. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തേ? സത്യം പറഞ്ഞാൽ പുറത്തേക്ക് തന്നെ നോക്കിയിട്ടില്ല. ഇന്നത്തെ വെതറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാലത്ത്. പെട്ടെന്ന് റെഡിയായി, സാധനങ്ങളൊക്കെ തീർന്നിരിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മഴയാണെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ സെയിൽസ്ബറിസിലേക്ക് എത്താറായി. കുറച്ച് മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒന്ന് പെട്ടെന്ന് പെയ്തതാണ്. ചെറിയൊരു ചാറ്റലേ ഞാൻ കണ്ടിരുന്നുള്ളൂ. എന്തായാലും ഏറെക്കുറെയൊന്ന് തുറന്നിട്ടുണ്ട്. ഞങ്ങൾ സെയിൽസ്ബറിസിലേക്ക് എത്തി. പാർക്കിങ്ങിൽ കൂടെ ഞാൻ നോക്കുകയാണ് എവിടെയാണ് സ്പേസ്, ഒരുപാട് നടക്കാതെ പെട്ടെന്ന് കഴിച്ചിലാകാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും അടുത്തായിട്ടുള്ള എവിടെയാണെന്നാണ് തപ്പണം. പോയി സ്പോട്ട് കണ്ടുപിടിച്ചു. ഞങ്ങൾ ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ ഇട്ട് എല്ലാം ആയി. അതിൻ്റെ പരിപാടിയാണ്. ഓക്കെ, ഇതുണ്ടോ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ്. വളരെ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വലിയ തെറ്റില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനാണ്. കാരണം ചിലതിനൊക്കെയുള്ള ഓഫർ, ചിലതിനൊന്നും ഓഫറില്ല. അപ്പോൾ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റാണ്. ഒരാൾ സ്ട്രോബെറിയുടെ ആളാണ്, മറ്റേ ആൾ ബ്ലൂബെറിയോ ബ്ലാക്ക്ബെറിയോ അങ്ങനത്തെ ഒക്കെ ആളാണ്. അപ്പോൾ ചിലതിന് ഓഫർ ഉള്ളതിനാണെങ്കിൽ അത് രണ്ടുമില്ല, രാസ്ബെറി ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ചെറിയ പുളിപ്പുള്ളതുകൊണ്ട് വലിയൊരു താല്പര്യമില്ല. സ്ട്രോബെറി ബനാന വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി നാട്ടിൽ സിപ്പപ്പ് മോഡലുള്ള പറയുന്ന യോഗട്ട് ഉണ്ടല്ലോ, എന്നാൽ ഇത് പറഞ്ഞാൽ രണ്ടെണ്ണം എടുത്താലോ? ഇതിനകത്ത് ഏതാണ് അവരുടെ ഫേവറേറ്റ്? ഇത് എനിക്ക് തോന്നുന്നു ഏതാ എടുക്കണോ? അതെടുക്കണോ? രണ്ടു ഓരോന്ന് എടുക്കണോ? റാസ്ബെറി, ആപ്രിക്കോട്ട്, സ്ട്രോബെറി. ഇതോ അതന്നെ സ്ട്രോബെറി ഫ്ലേവർ. നമുക്ക് രണ്ടു ഓരോന്ന് എടുക്കാം അല്ലേ? അപ്പോൾ അതൊന്നും എടുക്കാം. ഞാൻ രണ്ട് ഓരോ ഫ്ലേവർ എടുക്കും. നോക്കിയാൽ കടുക് ഇവിടെ ചിലപ്പോൾ കടുക് വരാറുണ്ട്. അതെടുത്തോ. സിലം പട്ട തീർന്ന നമ്മുടെ വീട്ടിൽ പപ്പയെന്ന് വിളിക്കണം. പട്ട എവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ. പെരിഞ്ചീരകം തീർന്നു. ഇതാ പെരിഞ്ചീരകം. ആദ്യമൊക്കെ സെയിൽസ്ബറിച്ച് വരുമ്പോൾ ഒന്നും തന്നെ കാണാറില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പാസ്തയുടെ അടുത്തേക്ക് എത്തി. ഈ ഒരു സെക്ഷൻ എപ്പോഴും പെട്ടെന്ന് കാലിയാവും കേട്ടോ. കാരണം പറഞ്ഞാൽ ഒരു നൂഡിൽസിൻ്റെ തനി പകർപ്പെന്ന് പറയാം. അത്രയ്ക്കും സ്മോൾ ആയിട്ടുള്ള നൂഡിൽസ് പോലെ തന്നെ ഇരിക്കുന്ന പാസ്തയാണ്. അപ്പോൾ അത് പൂപ്പിക്കും മുറ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതും എടുത്തു. കാരണം ഇതിവിടെ എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ അത് കഴിയും. അപ്പോൾ ഇത് സെയിൽസ്ബറിസിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. പാസ്ത ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങൾക്ക് വീട്ടിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ പാസ്ത എടുത്തിട്ട് അപ്പോഴാണ് കെച്ചപ്പിൻ്റെ കാര്യം ഓർത്തത്. കെച്ചപ്പ് തീർന്നിരിക്കുകയാണ്. കെച്ചപ്പ് കണ്ടിട്ടാണ് പോകുന്നത്, പക്ഷേ വിട്ടുപോയി. ആ ഒരു സെക്ഷനാണോ അതോ ഇവിടെയാണോ നോക്കാം. കെച്ചപ്പ് എവിടെയാണ്? ഇവിടെ ഇല്ലല്ലോ. എൻ്റിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കെച്ചപ്പ് പാക്ക് എടുത്ത് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് ചിക്കൻ്റെ ഒന്നെടുക്കാം. അങ്ങനെ എല്ലാം നോക്കി നമുക്ക് കൺഫ്യൂഷൻ ആവുള്ളൂ. കാണുന്നൊക്കെ 2-3 പെറുക്കിയെടുക്കാം. ഇതൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ക്യാരമൽ ചോക്ലേറ്റ് ആണ് കേട്ടോ. എന്തോ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത പാട് താഴെ വീണു. ഓക്കെ, അതെടുത്ത് തന്നെ വെച്ച് ഒരെണ്ണം നമ്മളെടുത്തു. ഇങ്ങനെ കിക്കറ്റിൻ്റെ കണ്ടോ, നമ്മുടെ കിക്കാറ്റിൻ്റെ കപ്പിയാണ്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അത് ആ ബോക്സ് എടുത്തു നോക്കാം. എന്തോ ചിലർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ലാസ്റ്റ് എടുക്കുന്നത് ആ ഒരു കാറ്റഗറി പെടുന്ന ആളാണ് ഞാൻ ഏറ്റവും പുറകിട്ട് എടുക്കാറ്. അത് ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ. ചേട്ടാ എപ്പോഴും ചിരിക്കും. ഇതൊക്കെ കച്ചവടം നടക്കാത്ത കടകളിലല്ലേ അങ്ങനെയൊക്കെയാണ് മുപ്പര് പറയാറ്. എന്തായാലും എന്തോ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ ഓരോരൊന്നും കണ്ടില്ല അല്ലേ, ചേട്ടാ എടുത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് കുറച്ച് പിസ്സ സെക്ഷനിലേക്ക് കടന്നു. അപ്പോൾ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾ പിസ്സ ഇപ്പോൾ അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ക്രിസ്പി ചിക്കൻ പിസ്സ, മീറ്റ്, ബാർബിക്യൂ സംഭവം ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി. ആളവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഒത്തിരി തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അതെനിക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഏത് വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ക്രിസ്പി ചിക്കൻ പിസ്സ, ചിക്കൻ കുഴപ്പമില്ല, വെജിറ്റബിളും കുഴപ്പമില്ല. ഇത് രണ്ടാണ് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത്. ബാർബിക്യൂ ചിക്കൻ ഞാനിതാ നോക്കിക്കൊണ്ട് കാണും എത്ര നേരം ബാർബിക്യൂ. പക്ഷെ അത് സംഭവം തീർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്തായി അത് കണ്ടില്ല. അപ്പോൾ ചിക്കൻ വേണ്ട, ബാർബിക്യൂ വെജിറ്റബിൾസും മാത്രം മതി. സെയിൽസ് പരീസിൽ എപ്പോൾ വന്നാലും ഞാൻ ഒരു സെക്ഷൻ നോക്കാതെ പോകില്ല. നമ്മുടെ ഫ്രോസൺ പാവയ്ക്ക, ഫ്രോസൺ വെണ്ടയ്ക്ക, അതിന് ആദ്യമൊക്കെ 60 സംതിങ് പെൻസായിരുന്നു, പിന്നെ അത് 80 സംതിങ്. ഇപ്പോൾ 1 പൗണ്ടിലാട്ടോ നമുക്ക്. കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്, കബാബ്, എന്തൊക്കെയോ പഞ്ചാബി സമൂസ. അത് വേണ്ട, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നല്ല ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ 2 വെണ്ടയ്ക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഒന്നും തോന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത്ര ഒരു ഫ്രോസൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് തന്നെ. അപ്പോൾ എന്നാൽ പിന്നെ തപ്പിയെടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകും. ചേട്ടായി എൻ്റെ ലിങ്ക് നോക്കുകയാണ്. പക്ഷേ എൻ്റെ കണ്ണ് മൊത്തം പോയത് ഇങ്ങോട്ടായിരുന്നു. ക്രിസ്മസിനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ടല്ലേ, എൻ്റെ രസം ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമ്മൾ എവിടെ നിന്നായിരുന്നു ഭയങ്കര ഭംഗിയായി? ലിഡിലി നല്ലായിരുന്നോ? സെയിൽസ് പരീസ് ആണോ? ഇവിടെ തന്നെ സെയിൽസ് പരീസ് തന്നെയാണ്. ഓ, അപ്പോൾ ഏതെങ്കിലും എടുക്കാൻ പോണേ? അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തീരുമാനമായിട്ടില്ല. ഇതിലിപ്പോൾ പലതും പല രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്, ഐഡിയ കിട്ടുന്നില്ല. ചേട്ടാ കളറാണോ അതോ ബ്ലാക്ക് തന്നെയാണോ? ബ്ലാക്ക് തന്നെ മതി, കളറിൻ്റെ ആവശ്യമില്ലല്ലോ, ബ്ലാക്ക് തന്നെ മതി. കളറും കൂടെ ഉണ്ടെങ്കിൽ പിള്ളേർ വെറുതെ പ്രിൻ്റ് എടുത്ത് തീർക്കും. ചേട്ടാ പിള്ളേരെ പേടിച്ചിട്ടാണ് കളർ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ പിന്നെ അവർക്ക് എല്ലാ ഫോട്ടോയും കളർ പ്രിൻ്റ് എടുക്കേണ്ടി വരും. എടുക്കുന്നത് മാത്രമല്ല ആ ഓൾ കൂടെ ഫുള്ള് ഒട്ടിക്കും. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി. അപ്പോൾ ബ്ലാക്ക് ഇങ്കാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടായി അവിടെ ഇങ്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കാം. ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ മോഡലുകളുണ്ടോ, ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും മോഡലുകളുണ്ടോ എന്നല്ല, ഫുള്ള് ഇഷ്ടമാണ്. പിന്നെ പെണ്ണുങ്ങളല്ലേ, ഡ്രസ്സ് കാണുമ്പോൾ എന്തായാലും അങ്ങോട്ടൊരു കണ്ണ് പോകുമല്ലോ. ഒരു കണ്ണല്ല 2 കണ്ണും പോകും. പിന്നെ ഒരു രസം. എന്തായാലും ഈ ഇങ്കും കാര്യങ്ങളും അതൊന്നും എനിക്കിഷ്ടപ്പെട്ട കാര്യം, നോക്കുന്ന ഒരു വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ തോന്നി ഇതിലൂടെയൊക്കെ ഇങ്ങനെ ചുമ്മാ തപ്പി നടക്കാം. വാവ്, എനിക്ക് ഈ ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലവർ. തിരക്കായിട്ടോ, കുറച്ച് നല്ല തിരക്കായി. സ്പീഡിലൊന്നും നടക്കില്ല. ഹായ്, നല്ല ലൈസ്. ഒന്നും തന്നെ വാങ്ങിയില്ല. ഈ ചേട്ടാ ചോദിച്ചോക്കാം. എന്തായി ഓ, ലിങ്ക് മേടിച്ചു പോവാം. നിങ്ങൾക്ക് ബില്ലിയാ എത്രയല്ലോ? ഓക്കെ, അപ്പോൾ ഇന്ന് നേരെ ബില്ലിങ്ങിലേക്കാണ്. അത് കഴിഞ്ഞാൽ അടുത്ത എടുക്കണം.
അപ്പോൾ ഇനി വാങ്ങിയ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡീൽ ചെയ്ത് നല്ല ഒന്ന് പോകാം. അപ്പോൾ സംഭവമെല്ലാം വാങ്ങിയിട്ട് അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകാം. മഴ ചെറുതായിട്ടൊന്ന് ശാന്തമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പാർക്കിങ്ങിലേക്ക് പോകുകയാണ്. ഇവിടെ ആയിട്ട് വണ്ടി കിടക്കുന്നത്. അങ്ങനെല്ലാം പെറുക്കി വെച്ച് എല്ലാ സാധനങ്ങളും പെറുക്കി വരികയാണ്. എന്തായാലും കുപ്പിമൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്നവരെ ഞങ്ങൾ പറഞ്ഞു മിക്കവാ. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കടയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞങ്ങൾ സെയിൽസ് പ്രൈസിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാ സാധനങ്ങളൊക്കെ ഡിക്കിലാക്കി ഞങ്ങൾ നേരെ ഇനി അടുത്ത ഷോപ്പിലേക്ക് പോകുന്നതാണ്. അടുത്ത് അങ്ങോട്ടേട്ടായി അടുത്ത് നമുക്ക് പപ്പായക്ക് പോകാം. പപ്പയില ഒരു മലയാളി കടയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അടുത്ത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ചോദിച്ചു. പിന്നെ ഒരു ഏഷ്യൻ കടയുണ്ട് മക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് നല്ല വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ കാണാറുണ്ട്. പിന്നെ നല്ല വലിയ വലിയ പൊമഗ്രാനൈറ്റൊക്കെ കിട്ടും. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇന്ന് അവിടെ രണ്ടും കൂടെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പിക്കിൾസൊക്കെ വാങ്ങണം. നമ്മൾ ആയതുകൊണ്ട് കുറച്ച് പിക്കിൾസ് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചിലവാകും. അപ്പോൾ യാത്ര തിരിച്ചാലോ? അപ്പോൾ ഞങ്ങൾ എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഫ്ലേവേഴ്സിലേക്ക് പോകാം. അവിടെ ഒരു കോഫി പൗഡറൊക്കെ വാങ്ങി. കോഫി പൗഡർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ 2 ചോക്ലേറ്റ്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് മാത്രം വാങ്ങി. പിന്നെ മക്കേ കയറിയായിരുന്നു. അവിടെ ഒരു ഡേറ്റ്സും പിന്നെ ഒരു മത്സ്യത്തിൻ്റെ ഇത് മേടിച്ച് ഓടിപ്പോകും. നല്ല മഴയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നേരുന്നില്ല. ഇന്നത്തെ മഴ ഭയങ്കരമായിട്ട് അലമ്പാക്കി കേട്ടോ. പെട്ടെന്ന് മക്കി പോയി ഒരു ഡൈസും ഒരു മല്ലിച്ചപ്പും വാങ്ങി. പിന്നെ സെർവേഴ്സിന് ടോയ്ലറ്റ് ചോദിച്ചു. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റും പിന്നെ ഒരു കോഫി പൗഡർ വാങ്ങി. ഞങ്ങൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, ഓടിപ്പോകണം. കാരണം മഴ വളരെ മോശമാക്കിപ്പോയി. മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട്. ഫോണൊന്നും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. വീട്ടിലേക്കുള്ള യാത്രയാണ്. ഏകദേശം നമ്മൾ എത്ര ടൈം എടുത്തേട്ടായി? എന്തായാലും ആയി കാണണം. അപ്പോൾ 1.5 മണിക്കൂറായിട്ട് ഞങ്ങൾ കറക്കായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അത് കാണുമ്പോൾ തോന്നും അത് വേണമെന്ന്. മറ്റേ അപ്പോൾ അതിനടുത്ത് അതൊക്കെ നോക്കി പിടിച്ച് എല്ലാം കണ്ടു കേട്ട് അങ്ങനെ സമയമൊന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമയമൊന്നും നോക്കിയില്ല. എന്ത് ചെയ്തു? ഫുള്ളെല്ലാം ഒന്ന് കറങ്ങി അടിച്ച് കണ്ടു പോകും. അല്ല ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാമെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ചേട്ടായി പോണ ഷിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പോകുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടാനും കൊണ്ടുവരാനും ഒക്കെ ഒരാളെപ്പോഴും വേണ്ടതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ചുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ ആരാണോ വീട്ടിലുള്ളത് അവർ വാങ്ങും. പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരും. ഫ്രീയുള്ള ടൈമിൽ എപ്പോഴെങ്കിലും ഒരു 2 hour ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയാൽ ഞങ്ങൾ പെട്ടെന്ന് പോയി വേഗം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേഗം ഏതാണ് അടുത്തുള്ളത് അവിടെ പോയി വേഗം വാങ്ങിയിട്ട് സാധനം വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് വരും. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കിത് അവസാനിപ്പിച്ചാലോ? എന്താണ് പറയാനുള്ളത്? അതെ, ഒരുപാട് പറഞ്ഞ് നമുക്ക് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് കുറേ നാളായിട്ടോ ഡെയിലി വ്ളോഗ് ചെയ്യണം ആഗ്രഹം തോന്നിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ബൈ ബൈ.